ഹായ് ഫ്രണ്ട്സ്, SSC ചലഞ്ചേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഈ ഒരു ജനുവരി 13-14 നടന്ന ഒലിവ് ബോർഡിന്റെ ലൈവ് മോക്ക് എക്സാമിന്റെ മാത്സ് സൊല്യൂഷൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. കോസ്റ്റ് പ്രൈസ് ആൻഡ് മാർക്ക്ഡ് പ്രൈസ് ഓഫ് എ സ്മാർട്ട് വാച്ച് നമുക്ക് തന്നിട്ടുണ്ട്. കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 4800 ആണ്. അതുപോലെ തന്നെ മാർക്ക്ഡ് പ്രൈസ് എന്ന് പറയുന്നത് 9200 റുപ്പീസ് ആണ്. ഇനി പറഞ്ഞിരിക്കുന്നത് ഷോപ്പ് കീപ്പർ ഇതൊരു കസ്റ്റമറിന് ഈ ഒരു സ്മാർട്ട് വാച്ച് വിൽക്കുകയാണ്. ഡിസ്കൗണ്ട് 40% ആണ്. കസ്റ്റമറിന് വീണ്ടും ഈ ഡിസ്കൗണ്ട് ചെയ്ത പ്രൈസിൽ 10% ഡിസ്കൗണ്ടിലാണ് വീണ്ടും കിട്ടുന്നത്. കസ്റ്റമർ അത് ക്യാഷ് ആയിട്ടാണ് എമൗണ്ട് പേ ചെയ്യുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഷോപ്പ് കീപ്പറിന് ഈ ഒരു ട്രാൻസാക്ഷൻ വഴി എത്രമാത്രം പ്രോഫിറ്റ് ആണ് ലഭിച്ചത്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് അല്ല, പ്രോഫിറ്റ് റുപ്പീസ് ആണ്. എത്ര രൂപയാണ് പ്രോഫിറ്റ് ലാഭം ഉണ്ടായത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്കറിയാം ഷോപ്പ് കീപ്പർ 40% ഡിസ്കൗണ്ടിലാണ് വിറ്റത്. അപ്പോൾ കസ്റ്റമർ അത് എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചത്, കസ്റ്റമറിന് അത് കിട്ടുന്നത് എത്ര രൂപയ്ക്കാണെന്ന് നോക്കാം. കസ്റ്റമർ അതായത് 40% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ മാർക്കറ്റ് പ്രൈസിലാണല്ലോ വരേണ്ടത്. 9200ന്റെ 40% ഡിസ്കൗണ്ട്. അപ്പോൾ ഇതായിരിക്കും ആദ്യം കൊടുക്കുന്ന ഷോപ്പ് കീപ്പർ കൊടുക്കുന്ന ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. വീണ്ടും ഒരു 10% ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. സോ അതെന്ത് വരും, 90/100. അതുകൂടെ ചെയ്താലേ ഉള്ളൂ കസ്റ്റമർ എത്ര രൂപയ്ക്ക് വാങ്ങിച്ചു എന്ന് മനസ്സിലാവത്തുള്ളൂ. സോ എത്ര വരും, 92 മൾട്ടിപ്ലൈഡ് വിത്ത് 54, 84968 റുപ്പീസിനായിരിക്കും കസ്റ്റമർ വാങ്ങിച്ചത്. സോ എത്രമാത്രം പ്രോഫിറ്റ് ആണെന്ന് നോക്കുക. പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 4968 മൈനസ് 4800 എത്ര വരും, 168 റുപ്പീസ് ആയിരിക്കും പ്രോഫിറ്റ്. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. 6 ഡിജിറ്റ്സ് ഉണ്ട്. ABC421, അതായത് A421421 is always divisible by. സോ നമുക്കത് ഓപ്ഷൻ നോക്കുമ്പോൾ അറിയാം ഇത് എപ്പോഴും ഡിവിസിബിലിറ്റി ഏതാണ്, 1001. ഏതൊരു നമ്പർ ഏതൊരു ഡിജിറ്റും 3 ടൈംസ് റിപ്പീറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ 356 ഈ നമ്പർ എടുക്കുക. ഇത് എന്തുകൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും, 1001 വെച്ച് ഡിവിസിബിൾ ആയിരിക്കും. സോ ഇതിന്റെ ആൻസർ 1001 ഓപ്ഷൻ ഡി ആണ്. പീയൂഷ് alone can complete a work in 17 days. പീയൂഷിന് 17 days ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. അതുപോലെ തന്നെ സോഹൻ ആണെങ്കിൽ 51 days ആണ്. സോ നമ്മൾ അതിന്റെ ടോട്ടൽ വർക്ക് 51 എന്ന് എടുക്കുന്നു. പീയൂഷിന്റെ എഫിഷ്യൻസി 3 വരും. അതുപോലെ തന്നെ സോഹന്റെ എഫിഷ്യൻസി 1 വരും. ഇനി പറഞ്ഞിരിക്കുന്നത് രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്യാണ്. പക്ഷെ 2 ദിവസം കഴിയുമ്പോൾ പീയൂഷ് ലീവ് ചെയ്യുന്നു. അപ്പൊ 2 ദിവസം രണ്ടുപേരും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ 3 + 1 4 മൾട്ടിപ്ലൈഡ് വിത്ത് 2 സീക്വൽ. അപ്പൊ 8 വർക്ക് കംപ്ലീറ്റ് ചെയ്തു അല്ലെ. ബാക്കി എത്ര വർക്ക് ഉണ്ട്, 43 വർക്ക് ഉണ്ട്. ആ 43 വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പീയൂഷ് പോയി, പിന്നെ സോഹൻ മാത്രമേ ഉള്ളൂ. അപ്പൊ എത്ര ഡേയ്സ് ഉണ്ടാവും, 43 ഡേയ്സ് ഉണ്ടായിരിക്കും. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. ട്രയാങ്കിൾ എ ബി സി അതിൽ സിയുടെ ആംഗിൾ ബൈസെക്ടർ ഡി എന്ന പോയിന്റിൽ മീറ്റ് ചെയ്യുന്നു. എ ബി എന്ന് പറയുന്നത് 35 ആണ്. ഇത് ഫുൾ 35 ആണ്. എ സി എന്ന് പറയുന്നത് 9 മോർ ദാൻ ബി സി ആണ്. അപ്പൊ ഇത് എക്സ് ആണെങ്കിൽ ഇത് എക്സ് പ്ലസ് 9 ആണ്. അതുപോലെ ബി ഡി നമ്മളോട് 15 എന്ന് പറയുന്നു. ടോട്ടൽ 35 ആയതുകൊണ്ട് തന്നെ ഇത് 20 ആയിരിക്കും. സോ വാട്ട് ഇസ് എ മെഷർ ഓഫ് ബി സി? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ആംഗിൾ സിയുടെ ബൈസെക്ടർ ആണ് എ ബി. ആംഗിൾ ബൈസെക്ടർ ആണ് ഇതെന്ന് പറയുന്നത് സി ഡി എന്ന് പറയുന്നത്. സോ അത് നമുക്കറിയാം ആംഗിൾ ബൈസെക്ടറിന്റെ പ്രോപ്പർട്ടി വെച്ച് എ സി ഡിവൈഡഡ് ബൈ ബി സി എന്ന് പറയുന്നതായിരിക്കും 20/50 അല്ലെങ്കിൽ 4/3 എന്ന് പറയുന്നത്. സോ എ സി എന്ന് പറയുന്നത് എക്സ് പ്ലസ് 9/x എന്ന് പറയുന്നത് 4/3 ആണ്. 3x പ്ലസ് 27 എന്ന് പറയുന്നത് 4x ആണ്. സോ നമുക്ക് എക്സ് എത്ര കിട്ടും, 27 സെന്റിമീറ്റർ കിട്ടും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ബി സിയുടെ ലെങ്ത് ആണ്. അത് എക്സ് തന്നെയാണ്. ഏതായിരിക്കും, ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. വാല്യൂ ഓഫ് ദ എക്സ്പ്രഷൻ, തന്നിരിക്കുന്ന എക്സ്പ്രഷന്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ ശ്രദ്ധിക്കുക, cos 72 പ്ലസ് എ എന്ന് പറയുന്നത് sin 18 മൈനസ് എ തന്നെയായിരിക്കും. എങ്ങനെയാണ് നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റുന്നത്? നമുക്കറിയാം cos x ഈക്വൽ ടു sin y ആയിരിക്കും. ഏത് കണ്ടീഷനിൽ, എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആവുന്ന കണ്ടീഷൻ. അങ്ങനെയെങ്കിൽ cos x എന്ന് പറയുന്നത് എന്തായിരിക്കും, sin y ആയിരിക്കും. അതായത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. നമ്മൾ എക്സിന് y 90 മൈനസ് y എന്ന് കൊടുത്തു കഴിഞ്ഞാൽ cos π/2 മൈനസ് തീറ്റ അല്ലെങ്കിൽ cos 90 മൈനസ് തീറ്റ എന്ന് പറയുന്നത് sin തീറ്റ തന്നെയാണ്. അങ്ങനെയാണ് നമുക്ക് ആ പ്രോപ്പർട്ടി ചെയ്യാൻ പറ്റുന്നത്. സോ അതേ പ്രോപ്പർട്ടി നമ്മൾ ഇവിടെ യൂസ് ചെയ്യുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, 72 പ്ലസ് എ പ്ലസ് 18 മൈനസ് എ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, 90 ആണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം,
ഇത് രണ്ടും ഈക്വൽ ആണ്. സോ അത് നമ്മളിവിടെ സിംപ്ലിഫൈയിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, ആദ്യത്തെ ഭാഗം 0 ആയല്ലോ, രണ്ട് ഈക്വൽ ആണ്, 0 ആയി. നെക്സ്റ്റ് ഓർക്കുക, സീക്ക് അവിടെ നമ്മൾ നോക്കുക 60 പ്ലസ് എ പ്ലസ് 30 മൈനസ് എ എന്ന് പറയുന്നതും 90 തന്നെയാണ്. സോ എന്താണ്, സീക്ക് 60 പ്ലസ് എ എന്ന് പറയുന്നത് തന്നെയായിരിക്കും കൊസിക് 30 മൈനസ് എ എന്ന് പറയുന്നത്. സോ അവിടെ എന്താണ്, 0 ആണ്. സോ ഇതെന്തായിരിക്കും, ആൻസർ 0 ആയിരിക്കും. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ സ്ക്വയർ എ ബൈ കോസ് സ്ക്വയർ എ. ഇപ്പോൾ സൈൻ സ്ക്വയർ എ ബൈ കോസ് സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ എ. സോ നമ്മൾ അടുത്ത ടാൻ സ്ക്വയർ എനെ സൈൻ സ്ക്വയർ എ ബൈ കോസ് സ്ക്വയർ എന്ന് എഴുതി കഴിഞ്ഞാൽ ടോട്ടൽ എന്ത് വരും, സൈൻ റേസ് ടു 4a ബൈ കോസ് സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇനി രണ്ട് കോസ് സ്ക്വയർ എനെ നമ്മൾ ഒരുമിക്കുകയാണ്. ഇത് രണ്ടിനെ നമ്മൾ ഒരുമിച്ച് എഴുതുകയാണ്. സോ എങ്ങനെ വരും, സൈൻ സ്ക്വയർ എ നമ്മൾ കോമൺ എടുത്താൽ മേളിൽ 1 മൈനസ് സൈൻ സ്ക്വയർ എ ബൈ കോസ് സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ എന്ന് വരും, വിച്ച് ഇംപ്ലൈസ് സൈൻ സ്ക്വയർ എ 1 മൈനസ് സൈൻ സ്ക്വയർ എ എന്ന് പറയുന്നത് കോസ് സ്ക്വയർ എ ആണ് ബൈ കോസ് സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ. സോ നെക്സ്റ്റ് എന്ത് വരും, ഇത് രണ്ടും ക്യാൻസൽ ആവും. സൈൻ സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ എന്ന് പറയുന്നത് 0 ആണ്. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. അപ്പു ഈസ് ട്വൈസ് as efficient as ബാർ. സോ എ ഈസ് ടു ബി എന്ന് പറയുന്നത് 2:1 ആണ്. അതുപോലെ തന്നെ ബാർട്ട് ഈസ് ട്വൈസ് as efficient as കാർ ആണ്. സോ അത് നമുക്ക് 2:1 ആണ്. സോ ഇത് രണ്ടിനും എല്ലാത്തിനും നമ്മൾ ഒരുമിപ്പിക്കുകയാണ്. കമ്പൈൻ ചെയ്ത് റേഷ്യോ എഴുതുമ്പോൾ എത്ര വരും, 4:2:1 എന്ന് വരും. അപ്പോൾ ഇതാണ് എഫിഷ്യൻസിയുടെ റേഷ്യോ എന്ന് പറയുന്നത്. എല്ലാവരോടും വർക്ക് ചെയ്താൽ വർക്ക് വിൽ ബി കംപ്ലീറ്റഡ് 12 ഡേയ്സ് ആണ്. സോ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും, ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 7 multiplied with the 12, total work 84, total efficiency into total days. Apu and Bart worked together for 8 days. Apu and Bart, അതായത് 4 plus 2 6, അപ്പോൾ 6 8 days വർക്ക് ചെയ്തു, 48 വർക്ക് കംപ്ലീറ്റ് ആയി അല്ലേ, 48 വർക്ക് കംപ്ലീറ്റ് ആയി. ഇനി ബാക്കി എത്ര വർക്ക് ഉണ്ട്, 84 റിമൈനിങ് എന്ന് പറയുന്നത് 84 മൈനസ് 48 ആണ്, 36 വർക്കാണ് ഇനി ബാലൻസ് ഉള്ളത്. ഈ 36 വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് ആരാണ്, അപ്പോൾ റീപ്ലേസ് ചെയ്ത് കാർട്ടിലാണ് വരുന്നത്. സോ എത്ര വരും, 2 plus 3 ആയിരിക്കും അല്ലേ. സോ ഈ 36 വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് 2 plus 3 ആയിരിക്കും. എത്ര ഡേയ്സ് ആയിരിക്കും, 12 ഡേയ്സ്. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. An empty tank can be filled by pipe A എടുക്കുന്നത് 11 hours ആണ്, ബി അതുപോലെ എടുക്കുന്നത് 9 hours ആണ്. സോ നമുക്ക് ടോട്ടൽ വർക്ക് 99 എന്ന് എടുക്കാം. എയുടെ എഫിഷ്യൻസി 9 ആയിരിക്കും, അതുപോലെ തന്നെ ബിയുടെ എഫിഷ്യൻസി 11 ആയിരിക്കും. ഓക്കെ, രണ്ട് പൈപ്സും 1 hour ഈച്ച് ആയിട്ട് ഓൾട്ടർനേറ്റീവ്ലി എന്ത് ചെയ്യാണ്, ഓപ്പൺ ചെയ്യുകയാണ്. സ്റ്റാർട്ടിങ് വിത്ത് ബി ആണെന്ന് പ്രത്യേകം പറയുന്നുണ്ട്, ആ പോയിന്റും ശ്രദ്ധിക്കണം. സോ 2 hours എത്ര കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. സോ 1 hour ആദ്യത്തെ 1 hour 11 ആയിരിക്കും, പിന്നത്തെ അവർ 9 ആയിരിക്കും. സോ മൊത്തം 20 വർക്ക് കംപ്ലീറ്റ് ചെയ്യും 2 hours. നമ്മൾ ശ്രദ്ധിക്കുക, ടോട്ടൽ എന്ന് പറഞ്ഞാൽ 99 ആണ് അല്ലേ, 99 വർക്ക് കംപ്ലീറ്റ് ചെയ്യണം. സോ ഇവിടെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക, ഒരു 5 കൊടുത്ത 100 ആയി. അപ്പോൾ 4 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 8 hours വരും. ഇവിടെ എത്ര വരും, 80 വർക്കാണ് അല്ലേ. അപ്പോൾ വീണ്ടും 80 വർക്ക് വരെ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ നോക്കുക, ആരാണ്, ബി ആണ് പിന്നെ തുറക്കുന്നത്. അപ്പോൾ 11 വർക്ക് കൂടെ വരുമ്പം എത്ര വരും, 9 hour ആണ് അടുത്ത അവറിൽ. ഇവിടെ എത്ര വരും, 91 ആണ്. അപ്പോൾ 91 ആണ്. സോ 9ന്റെ ബാലൻസ് ആയിരിക്കും ബാക്കിയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. ആൻസർ എന്ന് പറയുന്നത് 9ന്റെ കൂടെ. അപ്പോൾ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ബാക്കി ബാലൻസ് എത്രയുണ്ട്, 8 കംപ്ലീറ്റ് ചെയ്യണം. ആരാണ് നെക്സ്റ്റ് വർക്ക് ചെയ്യുന്നത്, എയുടെ എഫിഷ്യൻസിയാണ് അല്ലേ, എ ആണ് വർക്ക് ചെയ്യുന്നത്. സോ 9 and 8/9 hours ആയിരിക്കും എടുക്കുന്നത്. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. How many values does the integer n take if root n lies between 12 and 18? അതായത് 12നും 18നും ഇടയ്ക്കാണ് റൂട്ട് ന്റെ വാല്യൂ. സ്ക്വയർ ചെയ്യുമ്പോൾ 144 ലെസ് ദാൻ n ലെസ് ദാൻ 324 വരും. അതായത് 145നും അതുപോലെ തന്നെ 323ക്കുള്ളിലുമായിരിക്കും എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത്. 144നും 324നും ഇടയ്ക്കെന്ന് പറയുമ്പോൾ 145 മുതൽ 323 വരെ. സോ എത്ര വാല്യൂസ് വരും, 323 മൈനസ് 145 ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1. അതായത് ഇവിടെ എത്ര വരും, 9 അല്ല, 8 5 7 178 പ്ലസ് 1 വരും 170.
സോ 179 വാല്യൂസ് വരാം. ഓപ്ഷൻ സി. ഒരു തീഫ് ഒരു ഐറ്റം സ്റ്റീൽ ചെയ്യുന്നു. 17 km/h എസ്കേപ്പ് ചെയ്യുന്നു. 8 മിനിറ്റിന് ശേഷമാണ് പോലീസുമാൻ വരുന്നത്. അതിനുശേഷമാണ് തീഫിനെ ചേസ് ചെയ്യുന്നതും. ചേസ് ചെയ്ത് തുടങ്ങി 32 മിനിറ്റിന് ശേഷം ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 500 മീറ്റർ ഗ്യാപ്പാണ് ഇവർ തമ്മിലുള്ളത്. എങ്കിൽ ഈ പോലീസ്മാന്റെ സ്പീഡ് ഏതൊക്കെ വാല്യൂസിന്റെ റേഞ്ചിലാണുള്ളത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ 17 km/h എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറിൽ ഒരവറിൽ 17 കിലോമീറ്റർ ആണ് കള്ളൻ സഞ്ചരിക്കുന്നത്. സോ 8 മിനിറ്റിൽ, അപ്പോൾ ഒരു മിനിറ്റിൽ എത്രയായിരിക്കും? 17/60 കിലോമീറ്റർ ആയിരിക്കും. 8 മിനിറ്റിന് ശേഷമാണ് പോലീസ്മാൻ വരുന്നത്. അപ്പോൾ 8 മിനിറ്റ് കൊണ്ട് കള്ളൻ സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് 17/60 മൾട്ടിപ്ലൈഡ് വിത്ത് 8 ആണ്. ഓക്കെ, സോ നമുക്കിത് 415 കൊടുക്കാം, 42 കൊടുക്കാം. അതായത് 34/15 കിലോമീറ്റർ ആണ്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാം. സോ 1000 മീറ്റർ 205/3, അതായത് 6800/3 മീറ്റർ ആയിരിക്കും കള്ളൻ ഈ 8 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്നത്. ഇനി അടുത്തൊരു പോയിന്റ് ശ്രദ്ധിക്കാം. ഇമ്മീഡിയറ്റ്ലി ചേസ് ചെയ്യുന്നു. 32 മിനിറ്റ് കഴിഞ്ഞ് പോലീസ്മാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ദർ ഇസ് സ്റ്റിൽ ഗ്യാപ്പ് ഓഫ് 500 മീറ്റർ. അപ്പോൾ അവിടെ ഒരു റിലേറ്റീവ് സ്പീഡിന്റെ ഒരു ഫാക്ടർ വരുവാണ്. സോ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം സ്പീഡ് മൾട്ടിപ്ലൈഡ് വിത്ത് ടൈം ആണ്. സോ ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഒരു 6800/3 ആയിരിക്കുമോ? അല്ല, കാരണം അവർ തമ്മിലുള്ള ഒരു ഗ്യാപ്പ് വീണ്ടും ഒരു 500 മീറ്റർ ഗ്യാപ്പിൽ വ്യത്യാസം വരുവാണ്. സോ നമുക്ക് അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 6800/3 മൈനസ് 500 ആയിരിക്കും അവരുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈസ് ഈക്വൽ ടു സ്പീഡ് എന്ന് പറയുന്നത്, ഒരാളുടെ സ്പീഡ് നമുക്ക് അറിയത്തില്ല, മറ്റേയാളുടെ സ്പീഡ് നമുക്കറിയാം. എത്രയാണ്? ഒരാളുടെ സ്പീഡ് നമ്മൾ മീറ്ററിലാണ് എടുത്തിരിക്കുന്നത്. അടുത്തയാളുടെ സ്പീഡ് നമുക്ക് -17 അല്ലേ? 17 ആണ്. നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 32 മിനിറ്റ് ആണ്. 32 മിനിറ്റ് എന്നുള്ളതിനെ നമ്മൾ സെക്കൻഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. 32 × 60. ഓക്കെ, ഇനി ഇത് ക്യാൻസൽ ചെയ്യാനുള്ളത് ക്യാൻസൽ ചെയ്യാം. നോക്കട്ടെ, ഇവിടെ വരുമ്പം 1500 വരുമ്പം 5300/3 വരും. is equal to x minus 17 multiplied with 5/18, 32 multiplied with 60 ആണ്. സോ ഇവിടെ 3 6 10. സോ നെക്സ്റ്റ് 0. ഓക്കെ, 530 is equal to വേറെ ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? ഓക്കെ, ക്യാൻസൽ ചെയ്യാം. 5 വെച്ച് നമുക്ക് ക്യാൻസൽ ചെയ്ത് നോക്കാം. സോ 5 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇത് പോവും. 106 വരും. അതായത് 106 is equal to 32x minus 32 multiplied with 70. Okay, so 106 plus 32 multiplied with 70 divided by 32 എന്ന് പറയുന്നതായിരിക്കും x. സോ നമ്മൾ ഈ സൈഡിലൂടെ ചെയ്യുവാണ്. സോ 32 multiplied with 17 എന്ന് പറയുന്നത് 7 2s are 14, 21 23 24 25. അപ്പോൾ എത്ര വരും? 544 plus 106 വരും 56. അതായത് 650 divided by 32 വരും. സോ 2s are 64 വരും. 64. സോ 20 പോയിന്റ് സംതിങ് ആയിരിക്കും ആൻസർ വരുന്നത്. സോ ആൻസർ എന്തിന് ഇടയ്ക്കായിരിക്കും വരുന്നത്? 20 and 24ന് മിഡിലായിട്ടായിരിക്കും വരുന്നത്. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. sin raised to 8x minus cos raised to 8x എന്ന് പറയുന്നത് 5 multiplied with cos raised to 4x plus sin raised to 4x by 6 ആണെങ്കിൽ cos to x ന്റെ വാല്യൂ ആണ്. സോ നമുക്ക് ആദ്യമേ sin raised to 8x-നെ sin raised to 4x the whole square minus cos raised to 4x the whole square എന്ന് കൊടുക്കാം. സോ ഇത് a square minus b square ആയല്ലോ. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? sin raised to 4x plus cos raised to 4x multiplied with sin raised to 4x minus cos raised to 4x എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു സൈഡ് കിട്ടി, ഇത്രയും കിട്ടി. സോ നമുക്കിത് ഇവിടെ ഇക്വേറ്റ് ചെയ്യാം. എങ്ങനെ വരും? sin raised to 4x plus cos raised to 4x multiplied with sin raised to 4x minus cos raised to 4x is equal to 5 multiplied with cos raised to 4x plus sin raised to 4x as given question തന്നിരിക്കുന്ന പോലെ.
സോ ഇത് കാണുമ്പോൾ മനസ്സിലാവും നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ ഇത് രണ്ട് ടേം എന്താണ് സെയിം ആണ്, അത് രണ്ട് ക്യാൻസൽ ആയി. ഇനി ബാലൻസ് ഉള്ള sin raised to 4x മൈനസ് cos raised to 4. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? sin square x the whole square മൈനസ് cos square x എന്ന് എഴുതാമല്ലോ, is equal to 5/6 കിട്ടും. എന്ന് പറഞ്ഞാൽ sin raised square x plus the whole square ആണ് cos square x multiplied with sin square x minus cos square x is equal to 5/6 വരും. sin square x plus cos square x 1 ആണ്. So sin square x minus cos square x equal to 5/6 വരും. ചോദിച്ചിരിക്കുന്നത് cos 2x ആണ്. So cos 2xന്റെ ഇക്വേഷൻസ് എപ്പോഴും ഓർത്തിരിക്കണം. cos 2x രണ്ട് മൂന്ന് ഇക്വേഷൻ ഉണ്ട്. 2 cos square x minus 1 ഉണ്ട്, 1 minus 2 sin square x ഉണ്ട്, cos square x minus sin square x ഉണ്ട്. സോ നമുക്ക് ആൻസർ കിട്ടിയിരിക്കുന്നത് നേരെ തിരിച്ചാണ് അല്ലേ? സോ എന്തായിരിക്കും cos square x minus sin square x എന്ന് പറയുന്നത്? -5/6 ആയിരിക്കും. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. റേഷ്യോ ഓഫ് വോളിയം ആൻഡ് കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് എ സിലിണ്ടർ. വോളിയം എന്ന് പറഞ്ഞാൽ പൈ ആർ സ്ക്വയർ എച്ച് ബൈ 2 പൈ ആർ എച്ച് എന്ന് പറയുന്നത് 15/32 ആണ്. സോ ഇവിടെ ക്യാൻസൽ ചെയ്യാനുള്ള ക്യാൻസൽ ചെയ്യുക, എച്ച് ക്യാൻസൽ ആയി, ഒരു ആർ ക്യാൻസൽ ആവും, പൈ ക്യാൻസൽ ആവും. സോ ആർ ഇസ് ഈക്വൽ ടു എത്ര വരും? 15/16 വരും. ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സർക്കംഫറൻസ് ഓഫ് ബേസ് ആണ്. സർക്കംഫറൻസ് ഓഫ് ബേസ് 2 പൈ ആർ ആണ്. സോ 2 പൈ ആർ എന്ന് പറയുന്നത് 2 മൾട്ടിപ്ലൈഡ് വിത്ത് 22/7, ആർ എന്ന് പറയുന്നത് 15/16 ആണ്. സോ 2 8 ക്യാൻസൽ ചെയ്തു. സോ മേളിൽ 11 15 വരും, 2 4 28 വരും. സോ അതായത് 165/28 സെന്റിമീറ്റർ ആയിരിക്കും. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. P is to Q is to R തന്നിട്ടുണ്ട്. What is the value of 2P plus R? So 2 multiplied with 17 34 plus R 12 is to P minus R എന്ന് പറയുന്നത് 5 ആണ്. is to 2 into Q 26 plus 12 എന്ന് പറയുന്നത് 20, 26 plus 12 എന്ന് പറയുന്നത് 38 ആയിരിക്കും. സോ ഇത് എത്ര വരും? 46 is to 5 is to 38 വരും. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. റേഷ്യോ പെർസെൻറ്റേജ് ഓഫ് എ ആൻഡ് ബി 16:21 ആണ്. ഏജ് ഓഫ് എ ആഫ്റ്റർ 15 ഇയേഴ്സ്, അതായത് 16x ഇപ്പോഴത്തെ ഏജ് പ്ലസ് 15 15 വർഷത്തിന് ശേഷം ഈക്വൽ ടു പെർസെൻറ്റേജ് ഓഫ് ബി 21x. സോ 5x എന്ന് പറയുന്നത് 15 ആവും, x എന്ന് പറയുന്നത് 3 ആയിരിക്കും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ ഏജ് ഓഫ് ബി ആഫ്റ്റർ 5 ഇയേഴ്സ് ആണ്. സോ ബിയുടെ ഏജ് എന്ന് പറയുന്നത് 21x പ്ലസ് എന്തായിരിക്കും? 5 ആയിരിക്കും. അതായത് 63 പ്ലസ് 5 68 ഇയേഴ്സ് ആയിരിക്കും. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഒരു സർട്ടൺ സം ഓഫ് മണി, സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്, 1.5 വർഷത്തിനുള്ളിൽ ഒരു എമൗണ്ട് വരും, 4.5 വർഷത്തിനുള്ളിൽ ഒരു എമൗണ്ട് വരും. സോ 1.5 വർഷത്തിനുള്ളിൽ 4719 റുപ്പീസ് വരും. 4.5 വർഷമാകുമ്പോൾ എത്ര വരും? 5080 റുപ്പീസ് ആവും. അതായത് 3 വർഷത്തിനുള്ളിൽ, ഇപ്പോൾ നമ്മൾ ഡിഫറൻസ് 3 വർഷം എന്ന് പറയുന്നത് അവരുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 5080 മൈനസ് 4790 290 റുപ്പീസ്. 3 വർഷത്തിനുള്ളിൽ 290 റുപ്പീസ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന പ്രിൻസിപ്പിൾ. അപ്പോൾ 3 വർഷത്തിനുള്ളിൽ 290 ആണെന്നുണ്ടെങ്കിൽ 1.5 വർഷം എത്രയായിരിക്കും? നേരെ ഹാഫ് ആയിരിക്കുമല്ലോ. 1.5 ഇയേഴ്സിൽ എത്രയായിരിക്കും? 150 റുപ്പീസ് ആയിരിക്കും 1.5 വർഷത്തിനുള്ളിൽ ഇൻട്രസ്റ്റ് എന്ന്. അപ്പോൾ 1.5 വർഷത്തിലെ എമൗണ്ട് നമുക്കറിയാം 4790. 1.5 വർഷത്തെ ഇൻട്രസ്റ്റ് നമുക്കറിയാം 145. അപ്പോൾ ഇവ മൈനസ് ചെയ്യുന്നതായിരിക്കും എന്തെന്ന് പറയുന്നത്? പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത്. സോ പ്രിൻസിപ്പൽ 4645 ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. 4 raised to x equal to 8 raised to y is equal to 64 raised to 2z equal ആണ്. സോ നമുക്ക് 2ന്റെ പവർ ആക്കാം, 2 raised to 3y ആവും. ഇതെന്ന് പറഞ്ഞാൽ 2 4 8 16 32. അപ്പോൾ 2 raised to 6 അല്ലേ? 2 raised to 6 എന്ന് പറയും. അപ്പോൾ 6 വരുമ്പോൾ എന്ത് വരും? 12 വരും. 12 is. അപ്പോൾ ഇതെല്ലാം ഈക്വൽ ആണ്. അതിനർത്ഥം എന്താണ്? ഇവിടെ പവേഴ്സും എക്സ്പോണൻസും എന്താണ്? ഈക്വൽ ആണ്. അപ്പോൾ 2x ഈക്വൽ ടു 3y ഇസ് ഈക്വൽ ടു 12z എന്ന് കിട്ടും. സോ ഇത് നമുക്ക് x ഈസ് ടു y ഈസ് ടു z എന്ന് പറയുന്നത് എത്ര കിട്ടും? x ഈസ് ടു y ഈസ് ടു z എന്ന് പറയുന്നത് 1/2 ഈസ് ടു 1/3 ഈസ് ടു 1/12 ആണ്. LCM വെച്ച് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 6 ഈസ് ടു 4 ഈസ് ടു 1 ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന റേഷ്യോ എന്ന് പറയുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 4xy ആണ്. സോ 4 ഇൻറ്റു 6 ഇൻറ്റു 4/y സ്ക്വയർ ആണ് 16 വരും. 4 ഇൻറ്റു എക്സ് ഇൻറ്റു ഇസഡ് ആണ്, സോറി എക്സ് ഇൻറ്റു ഇസഡ് ആണ്. 4 ഇൻറ്റു എക്സ് ഇൻറ്റു ഇസഡ്. സോ എത്ര വരും? 24 4. സോ 3/2 വരും. ഓപ്ഷൻ ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ ബി ആയിരിക്കും.
DA ക്വസ്റ്റ്യൻ ആണ്. തന്നിരിക്കുന്ന ഒരു ഗ്രാഫിൽ ആവറേജ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ഈച്ച് സെക്ഷൻ തന്നിട്ടുണ്ട്. ഓരോ ക്ലാസ്സിനും 5 സെക്ഷൻസ് ഉണ്ട്. അങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിനെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഫസ്റ്റ് ക്ലാസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 45 ആണ് അല്ലേ. 45 തന്നെ 5 ഉണ്ടെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. സോ എത്ര വരും? 225 വരും. നെക്സ്റ്റ് 30 ആണ്. 30 മൾട്ടിപ്ലൈഡ് വിത്ത് 5 വരുമ്പോൾ 150 വരും. 35 മൾട്ടിപ്ലൈഡ് വിത്ത് 5 വരുമ്പം 175 വരും. 50 മൾട്ടിപ്ലൈഡ് വിത്ത് 5 വരുമ്പോൾ 250 വരും. അതുപോലെ 40 മൾട്ടിപ്ലൈഡ് വിത്ത് 5 വരുമ്പോൾ 200 വരും. സോ ഇവയുടെ സമ്മ് നോക്കുക. എത്രയായിരിക്കും? 1000 ആയിരിക്കും. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. A shopkeeper professes to sell sugar costing 32 to 36 but gives 750 gram. അതായത് 800 ഗ്രാമിന് പകരം 750 ഗ്രാം ആണ് കൊടുക്കുന്നത് by using faulty weighing machine. അങ്ങനെയെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ആണ്. സോ സെല്ലിംഗ് പ്രൈസ് ബൈ കോസ്റ്റ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 36 32. അതായത് 800 ഗ്രാം എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് എത്രയാണ്? 750 ഗ്രാം മാത്രമേ കൊടുക്കുന്നുള്ളൂ. സോ നമുക്കിതിനെ സിംപ്ലിഫൈ ചെയ്യാം. 8 4 9 5 50 2 3 5. അതായത് എത്ര വരും? 6/5 വരും. അതല്ലെന്നുണ്ടെങ്കിൽ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് 1/5 മൾട്ടിപ്ലൈഡ് വിത്ത് 100 ദാറ്റ് ഈസ് 20% ആയിരിക്കും. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. ദ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അല്ലെ LCM ഓഫ് 3 നമ്പേഴ്സ് എന്ന് പറയുന്നത് 260 ആണ്. സോ ഏതാണ് ഇതിൽ HCF ആകാൻ പറ്റാത്തതെന്ന് നോക്കുക. ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പം 2 മൾട്ടിപ്ലൈഡ് വിത്ത് 130 വരും അല്ലേ. 2 മൾട്ടിപ്ലൈഡ് വിത്ത് അപ്പോൾ 2 മൾട്ടിപ്ലൈഡ് വിത്ത് 2 മൾട്ടിപ്ലൈഡ് വിത്ത് എങ്ങനെ നമുക്ക് 5 × 13 എന്ന് നമുക്ക് സിംപ്ലിഫൈ ചെയ്യും. ഇനി ശ്രദ്ധിക്കണം, ഇതിനകത്ത് ഏത് HCF ആകും? 13 HCF ആകാൻ പറ്റുമോ? പറ്റും അല്ലേ. 10 ആകുമോ? ശരിയാണ്, 10ഉം HCF ആകാം. 26 ആകും. 30 മൾട്ടിപ്ലൈഡ് വിത്ത് 2 ആകും. പക്ഷെ 12 ആകാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? ഇല്ല. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആയിരിക്കും. ട്രയാങ്കിൾ ABC AB എന്ന് പറയുന്നത് 11 സെന്റിമീറ്റർ, BC എന്ന് പറഞ്ഞാൽ CA എന്ന് പറയുന്നത് X തന്നിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻസ് കറക്റ്റ് ഫോർ ദ വാല്യൂ? നമുക്കറിയാം മൂന്നാമത്തെ സൈഡ് എന്ന് പറയുന്നത് മറ്റ് രണ്ട് സൈഡിന്റെ ഡിഫറൻസിനും മറ്റ് രണ്ട് സൈഡിന്റെ സമ്മിനും എന്തായിരിക്കും? ഇടയ്ക്കായിരിക്കും. സോ 2 ലെസ് ദാൻ X ലെസ് ദാൻ 20 ആയിരിക്കും. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. സെന്റർ ഓഫ് 2 സർക്കിൾസ് ആർ C ആൻഡ് D. C ആൻഡ് D ആണ് അതിന്റെ സെന്റർ. അതുപോലെ തന്നെ ഒരു റേഡിയസ് സ്മോൾ ആറും ക്യാപിറ്റൽ ആറും. C + D എന്ന് പറയുന്നത് എന്തായിരിക്കും? അതായത് എങ്ങനെ വരും ഫിഗർ? ഇതാണ് ഒരെണ്ണത്തിന്റെ സെന്റർ, ഇത് ഒരെണ്ണത്തിന്റെ സെന്റർ ആണെന്ന് വിചാരിക്കും. ഈ C + D എന്ന് പറയുന്നത് സ്മോൾ ആറും ക്യാപിറ്റൽ ആറും ആണെങ്കിലും ഇങ്ങനെയായിരിക്കും അതിന്റെ ഫിഗർ വരുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എത്ര കോമൺ ടാൻജന്റ് വരയ്ക്കാം? ഒരു ടാൻജന്റ്, രണ്ട് സൈഡിലും ഓരോ ടാൻജന്റുകൾ നമുക്ക് വരയ്ക്കാം. അതുപോലെ തന്നെ കോമൺ ആയിട്ട് ഒരു ടാൻജന്റ് വരും. അപ്പോൾ എത്ര എണ്ണം വരയ്ക്കാം? 3 ടാൻജന്റ്. ഓൾജിബ്ര ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് p³ അത് നമുക്കറിയാം. നമ്മൾ a³ + b³ + q³ നമ്മൾ ഇതിന് പകരം അങ്ങനെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതേ ഇക്വേഷൻ നമ്മൾ ഇത് ചെയ്യുമ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ ½ × p + q + r p + q + r × p - q the whole square plus q - p r the whole square plus r - p the whole square r - p is equal to into p + q + r എന്ന് പറയുന്നത് 877 plus 879 plus 876 multiplied with p minus q എന്ന് പറയുന്നത് 2 വരും 4 വരും 4 plus q minus r എന്ന് പറയുന്നത് 9 വരും r minus p എന്ന് പറയുന്നത് 1 വരും. സോ ഇത് 7 വരും. സോ 7 multiplied with ഇത് നമ്മൾ ആഡ് ചെയ്യാനുള്ള എളുപ്പ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 800 3 തവണയാണ്. അപ്പോൾ 2400 ആയല്ലോ. അതുപോലെ തന്നെ 70 എത്ര എണ്ണം വരും? 3 എണ്ണം വരും. സോ 210 ആയി. നെക്സ്റ്റ് എന്ന് പറയുന്നത് 1522 2 വരും. ഇവിടെ എത്ര വരും? 3 വരും 6 വരും. ഇപ്പോൾ 2632 എന്ന് വരും. സോ ന്യൂ ഡിജിറ്റ് എന്തായിരിക്കും? 4 ആയിരിക്കും. സോ 2632 മൾട്ടിപ്ലൈഡ് വിത്ത് 7 ആയിരിക്കും. 244 18424 ആയിരിക്കും. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ST is a chord of a circle with a center J. സോ ഇതൊരു സർക്കിൾ ആണ്, സെന്റർ J ആണ്. ST എന്ന് പറഞ്ഞൊരു കോഡ് ഉണ്ട്. ആ STയിൽ ഇടയ്ക്കുള്ള സ്മോളർ ആർക്ക് ഓഫ് STയിലുള്ള ഒരു പോയിന്റ് ആണ് L എന്ന് പറയുന്നത്. സോ ആംഗിൾ JST എന്ന് പറയുന്ന ആംഗിൾ 57 ആണ്. എങ്കിൽ ആംഗിൾ SLT ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ JST 57 ആണെങ്കിൽ ഈ ഒരു ആംഗിൾ 57 തന്നെയാണ്. സോ ഈ ഒരു ആംഗിൾ എങ്ങനെയായിരിക്കും? അതായത് ആംഗിൾ SJT എന്ന് പറയുന്നത് 180 -
114 ആയിരിക്കും അല്ലേ, എന്ന് പറഞ്ഞാൽ 66 വരും. സോ അങ്ങനെയാണെങ്കിൽ ഓപ്പോസിറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത്, അതിനെ നമുക്ക് എം എന്ന് എടുക്കുവാണെങ്കിൽ ആംഗിൾ എസ് എം ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? 33 ഡിഗ്രി ആയിരിക്കുമല്ലോ അല്ല, അതിന് ഡബിൾ ആയിരിക്കുമല്ലോ ആംഗിൾ എസ് ജെ ടി എന്ന് പറയുന്നത്. സോ ആംഗിൾ എസ് എൽ ടി എന്ന് പറയുന്നത് 180 മൈനസ് 33 ആയിരിക്കും. സോ എത്ര വരും? 147 ഡിഗ്രി ആയിരിക്കും. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. 5 ഫ്രണ്ട്സ് ആർ ഹാവിംഗ് ലഞ്ച്. ഒരു ഫ്രണ്ടിനൊന്നും കഴിക്കാനില്ലായിരുന്നു. സോ മറ്റെല്ലാ ഫ്രണ്ട്സും അവരവരുടെ ഷെയർ എത്ര പെർസെൻറ്റേജ് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ആ കഴിക്കാൻ കിട്ടാത്ത ആൾക്ക് എത്രയായിരിക്കും ഫുഡ് കിട്ടിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 490യുടെ ആദ്യത്തെ ആൾ കൊടുക്കുന്ന 5% ആണ്, പ്ലസ് 420യുടെ നെക്സ്റ്റ് ആൾ 7%, നെക്സ്റ്റ് 600ന്റെ 12%, പ്ലസ് 720യുടെ 6%. സോ ഇത് നമ്മൾ എടുക്കുമ്പോൾ 5, അപ്പോൾ സോ ഇത് എത്ര വരും? 5 9 0 45, 4 220.5 വരും. നെക്സ്റ്റ് എന്ന് പറയുന്നത് 0 എടുക്കുമ്പോൾ 294, അപ്പോൾ 29.4 വരും. നെക്സ്റ്റ് എന്ന് പറയുന്നത് 72 വരും. നെക്സ്റ്റ് 6 2s are 12, 43.2 വരും. ഓക്കെ, ഇനി നമുക്കിത് ആഡ് ചെയ്യാം. 24.5, 29.4, 43.2, പിന്നെ 72. സോ എത്ര വരും? 1 വരും, 1 6 15 19 1 8 12 14 16 വരും. സോ ആൻസർ എത്രയായിരിക്കും? 169.1 gram ആണ്. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. 1 man 1 woman. A man and a woman, a boy can complete a work in. അപ്പോൾ സോ മാനിന് 10 days, വുമണിന് 13 days, ബോയ് ആണെങ്കിൽ 20 days. സോ നമുക്ക് അവരുടെ ടോട്ടൽ വർക്ക് എങ്ങനെ എടുക്കാൻ പറ്റും? 260 എന്ന് എടുക്കാം LCM. സോ മാൻ്റെ എഫിഷ്യൻസി 26 ആണ്, വുമൻ്റെ എഫിഷ്യൻസി 20 ആണ്, അതുപോലെ ബോയുടെ എഫിഷ്യൻസി വരുവാണ് 30 ആണ്. സോ അറ്റ് മാക്സിമം ഹൗ മെനി ബോയ്സ് മസ്റ്റ് അസിസ്റ്റ് 3 men 1 woman to complete the work in 2 days. സോ 3 men എന്ന് പറയുമ്പം 3 multiplied with 26 പ്ലസ് 1 multiplied with 20 എന്ന് പറഞ്ഞാൽ 78 98 ആണ്. അപ്പോൾ സോ 98 വർക്ക് കംപ്ലീറ്റ് ആയല്ലോ. സോ ബാലൻസ് 260 മൈനസ് 98 ഉണ്ട്, 162 വർക്ക് ബാലൻസ് ഉണ്ട്. അപ്പോൾ 2 days കൊണ്ട് ഈ ഒരു എത്ര ബോയ്സ് എന്നല്ലേ, അപ്പോൾ 13x നമുക്കറിയില്ല എത്ര ബോയ്സ് ആണ്, അത് 162 വർക്ക് കംപ്ലീറ്റ് ചെയ്യും അല്ലേ 2 days കൊണ്ട്. അതായത് ഒറ്റ സ്റ്റെപ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ 2 days 98 പ്ലസ് മാനിൻ്റെ എഫിഷ്യൻസി 13x എന്ന് പറയുന്നത് ഇത്ര ഡേയ്സ് കൊണ്ട് 260 വർക്ക് കംപ്ലീറ്റ് ചെയ്യണം. സോ 98 പ്ലസ് 13x എന്ന് പറയുന്നത് 130 ആണ്. പ്ലസ് 13x എന്ന് പറയുന്നത് എത്ര വരും? 130 മൈനസ് 98 വരും, അതായത് 32 വരും. സോ x എന്ന് പറയുന്നത് 32/13 ആണ്. ഇതെന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 26 വന്നു കഴിഞ്ഞാൽ 60 വരും, 5 4, അപ്പോൾ 22.4 സംതിങ്, അതായത് മാക്സിമം അപ്രോക്സിമേറ്റ് മാക്സിമം ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 3 days മാക്സിമം മതി, അതിനുള്ളിൽ തന്നെ എന്താണ് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യും. സോ ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ ഇത്രയാണ് ഈ ഒരു ആഴ്ചത്തെ ഒലിവിൻ്റെ 25 മാത്സ് ക്വസ്റ്റ്യൻസും. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.